തിരുച്ചിറപ്പള്ളിയിലെ ശ്രീരംഗം ടെമ്പിളിലേക്കാണ് നമ്മുടെ ഇന്നത്തെ യാത്ര. ട്രിച്ചിയിലെ ചത്തരം, പഞ്ചാപൂർ എന്നീ ബസ് സ്റ്റാൻഡുകളിൽ നിന്നൊക്കെ ശ്രീരംഗത്തേക്ക് ബസ് കിട്ടും. ചത്തരം ശ്രീരംഗം 3 കിലോമീറ്ററാണ് ദൂരം. വിശദമായ വഴി ഉച്ചിപ്പിള്ളയാർ എന്ന വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട്. ശ്രീ രംഗനാഥസ്വാമി ക്ഷേത്രത്തിന്റെ പ്രധാന കവാടമായ രാജഗോപുരമാണ് ആ കാണുന്നത്. 72 മീറ്റർ ഉയരവും 13 നിലകളുമുള്ള ആ ഗോപുരം ഏഷ്യയിലെ തന്നെ ഏറ്റവും ഉയരം കൂടിയ ക്ഷേത്രഗോപുരമാണ്. വിജയനഗര സാമ്രാജ്യത്തിലെ അച്യുതദേവരായരുടെ കാലത്താണ് ഈ ഗോപുരത്തിന്റെ നിർമ്മാണം ആരംഭിച്ചത്. ക്ഷേത്രത്തിലേക്കുള്ള പൂജാവസ്തുക്കൾ വിൽക്കുന്നവരാണ്. സന്ദർശകരുടെ ചെരുപ്പുകൾ ഇവിടെ സൂക്ഷിച്ച് സഹായിക്കുകയും ചെയ്യും. രാജഗോപുരത്തിനുള്ളിലൂടെയാണ് റോഡ് കടന്നു പോകുന്നത്. അതിനുള്ളിലെ കൊത്തുപണികൾ. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ചോള രാജാക്കന്മാരാണ് ക്ഷേത്ര നിർമ്മാണം ആരംഭിച്ചത്. 1000 വർഷങ്ങൾക്ക് മുൻപേ തന്നെ ഇവിടം ഒരു തീർത്ഥാടന കേന്ദ്രമായിരുന്നു. ഒരു മഹത്തായ പൈതൃക ക്ഷേത്രമെന്ന നിലയിൽ യുനെസ്കോയുടെ അംഗീകാരം ഈ ക്ഷേത്രത്തിന് ലഭിച്ചിട്ടുണ്ട്. ഇതിനുള്ളിൽ തന്നെ ഒന്നിലധികം ക്ഷേത്രങ്ങൾ കാണാം. രാവിലെ 7 മണി സമയമാണ്. തെരുവുകളൊക്കെ സജീവമാകുന്നതേയുള്ളൂ. ഓരോ ഗോപുരങ്ങളും കടക്കുമ്പോൾ ഇതിനിടയിലൂടെ കുറുകെ റോഡുകളും തെരുവുകളുമൊക്കെ പോകുന്നുണ്ട്. ചെരുപ്പുകൾ സൂക്ഷിക്കുവാനുള്ള ക്ഷേത്രമക സംവിധാനമാണ് ഇത്. നല്ല വെയിലുള്ള സമയത്ത് ചെരുപ്പില്ലാതെ ഈ കാർപ്പറ്റിൽ കൂടി മാത്രമേ നടക്കാൻ കഴിയൂ. പൊള്ളുന്ന ചൂടുണ്ട് തറയിൽ. മൊത്തം 21 ഗോപുരങ്ങളും 7ഓളം പ്രകാരങ്ങളും ഈ ക്ഷേത്ര കോംപ്ലക്സിലുണ്ട്. പൂർണ്ണമായും സ്വർണം കൊണ്ട് നിർമ്മിച്ച ഒരു ഗോപുരവും ഇതിനുള്ളിലുണ്ട്. ഭാരതത്തിലെ ക്ഷേത്രങ്ങളിൽ വെച്ച് ഏറ്റവും വലിപ്പമുള്ളതും വൈഷ്ണവ ആരാധനയുടെ പ്രമുഖ കേന്ദ്രവുമാണ് ശ്രീ രംഗനാഥസ്വാമി ക്ഷേത്രം. 156 ഏക്കറുകളിലായി ഈ ക്ഷേത്ര സമുച്ചയം വ്യാപിച്ചു കിടക്കുന്നു. നിത്യപൂജകളുള്ള ആചാരാനുഷ്ഠാനങ്ങൾ ആചരിച്ചു വരുന്ന ലോകത്തിലെ ഏറ്റവും വലിയ ക്ഷേത്രം കൂടിയാണ് ഇത്. അനന്തശയന രൂപത്തിലുള്ള വിഷ്ണു പ്രതിഷ്ഠയാണ് ഇവിടെ. തെക്കോട്ട് ദർശനമായി കുടികൊള്ളുന്ന ഭഗവാന്റെ പ്രതിഷ്ഠ നിർവഹിച്ചത് ഗണപതി ഭഗവാനാണെന്ന് കരുതപ്പെടുന്നു. ഗോപുരങ്ങളും മണ്ഡപങ്ങളും ശില്പഭംഗി നിറഞ്ഞ ക്ഷേത്ര മന്ദിരങ്ങളും മാത്രമല്ല, തെങ്ങിൻ തണലിലൂടെയുള്ള നടപ്പാതകളും പുൽത്തകടികളും വിശാലമായ കുളങ്ങളുമൊക്കെ ഇതിനുള്ളിലുണ്ട്. ഭാരതത്തിലെ 108 വൈഷ്ണവാലയങ്ങളിലെ പ്രമുഖമായതും പ്രശസ്തമായതും ഈ രംഗനാഥ ക്ഷേത്രമാണ്. മഹാവിഷ്ണുവിന്റെ അവതാരങ്ങളായ ശ്രീരാമൻ, ശ്രീകൃഷ്ണൻ, ധന്വന്തരി, നരസിംഹമൂർത്തി എന്നിവരും രാമാനുജ ആചാര്യനും ഉപദേവതമാരായി ഇവിടെ ആരാധിക്കപ്പെടുന്നു. ഈ മണ്ഡപങ്ങളുടെ എല്ലാം ഉള്ളിൽ ഓരോരോ ഉപദേവതമാരുടെ ക്ഷേത്രങ്ങളാണ്. അവിടെയെല്ലാം പൂജാരിമാരും ഭക്തന്മാരുമുണ്ട്.
ഇത് കോവിലിന്റെ വടക്കേ ഗോപുരമാണ്. മഹാവിഷ്ണുവിന് പ്രാധാന്യമുള്ള വൈഷ്ണവ മാസം വളരെ പ്രാധാന്യത്തോടെ ഇവിടെ ആചരിക്കപ്പെടുന്നു. വർഷത്തിൽ 111 ദിവസം ഉത്സവം കൊണ്ടാടുന്ന അപൂർവം ക്ഷേത്രങ്ങളിലൊന്നാണ് ശ്രീരംഗം. ഡിസംബർ ജനുവരി മാസങ്ങളിലായി നടത്തപ്പെടുന്ന ഉത്സവത്തിനാകട്ടെ ലക്ഷക്കണക്കിന് ഭക്തർ എത്തിച്ചേരാറുണ്ട്. ഈ ഗോപുരമാണ് വെള്ളൈ ഗോപുരം അല്ലെങ്കിൽ വിധവാ ഗോപുരം എന്നൊക്കെ അറിയപ്പെടുന്നത്. ക്ഷേത്രത്തിലെ ദേവദാസിയായിരുന്ന വെള്ളയ്യമ്മാളിന്റെ ത്യാഗത്തിന്റെ പ്രതിരൂപമായി കണക്കാക്കപ്പെടുന്ന ഈ ഗോപുരത്തിന് വലിപ്പത്തിൽ 2ാം സ്ഥാനമുണ്ട്. ഇതിനു മുൻപിലുള്ള സ്ക്വയറും ശില്പചാരുത നിറഞ്ഞ മണ്ഡപങ്ങളും നല്ലൊരു ദൃശ്യവിരുന്നാണ്. നിങ്ങൾ ഭക്തനാണെങ്കിലും അല്ലെങ്കിലും ഒരിക്കലെങ്കിലും വന്ന് കാണേണ്ടതാണ് ഈ ക്ഷേത്ര സമുച്ചയം. അതിശയിപ്പിക്കുന്ന വാസ്തുശില്പചാരുതയും വിസ്മയിപ്പിക്കുന്ന കൊത്തുപണികളും കൊണ്ട് സമ്പന്നമാണ് ശ്രീരംഗം. സംസ്കാരവും കലയും ചരിത്രവും ഐതിഹ്യവുമെല്ലാം ഇഴചേർന്നു നിൽക്കുന്ന ഈ മഹാക്ഷേത്രം നമ്മുടെ മഹത്തായ പൈതൃകത്തിന്റെ പ്രതീകമായി അങ്ങനെ ഉയർന്നു നിൽക്കുകയാണ്.